ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ടിന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വാൻചോ കേക്ക് ഒറ്റ ടൈം തന്നെ സ്പോഞ്ചൊക്കെ തയ്യാറാക്കിയിട്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അരിച്ചെടുത്തതാണ്. അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ഡാർക്ക് കളർ കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ എടുക്കണ്ട, വാനില കേക്കിനും ചോക്ലേറ്റ് കേക്കിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മെഷറിങ്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വഴിയെ പറയാം. അടുത്തതായിട്ട് കേക്ക് ടിന്ന് തയ്യാറാക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്ന് എടുത്തിട്ട് അതിൻ്റെ നേരെ ഹാഫ് ആക്കിയിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അല്പം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൽ ഫോയിൽ പേപ്പർ ഒന്ന് കവർ ചെയ്തിട്ട് താഴെ ബട്ടർ പേപ്പർ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ 4 ഫ്ലേവറിൽ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു 4 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ മുട്ട പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാൻചോ കേക്കിൻ്റെ 1 kg റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. എഗ് വൈറ്റ് ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് ചേർക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് 1-2 മിനിറ്റ് നന്നായിട്ട് നല്ല സ്പീഡിലിട്ടിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാറ്റർ നേരെ ഹാഫ് ആക്കിയിട്ട് 2 ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ എല്ലാത്തിനും കൂടി ഒന്നിച്ചിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ഞാനിത് 2 ബൗളിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ടിന്നിലേക്ക് ഹാഫ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം കുറച്ച് ബാറ്റർ എടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് 2 ഭാഗത്താക്കിയിട്ട് ടിന്നിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ബാറ്ററിലേക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ബേക്കിംഗ് ടൈമിൽ കുറച്ചൊന്ന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ വാനില കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ചോക്ലേറ്റ് കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ വേണ്ടി വന്നു. എന്ന് കരുതിയിട്ട് വാനില കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇത് രണ്ടും ചെറുതായിട്ട് ചൂട് മാറിയ ശേഷം ടിന്നിൽ നിന്ന് ഇതേപോലെ മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം ഇത് ഓരോന്നും 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ലെയർ എടുത്തിട്ട് ഇതേപോലെ നമുക്കൊരു സർക്കിൾ പോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് വാനില സ്പോഞ്ചും ഇതേപോലെ 2 ലെയർ എടുത്തിട്ട് ഒരു സർക്കിൾ പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും സൈഡ് ഇതേപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. എപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ലെയറും വെച്ച ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ശേഷം ഫൈനൽ കോട്ട് ക്രീം കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ
കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണ്ടുന്നവർ 1 kg വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അതിനുശേഷം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതേപോലെ ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.